PSC പരീക്ഷകളിൽ ഈ ഒരു ചിഹ്നം മാറിപ്പോയാൽ നിങ്ങളുടെ ഒരു മാർക്ക് പോകും. കോൺകേവ് ലെൻസിന്റെ പവർ തെറ്റാതെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ചോദ്യം: 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി -5D ആണ്. പവർ കാണാനുള്ള സമവാക്യമാണ് 1/f. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് F -20 സെന്റിമീറ്റർ. ഇവിടെ ഫോക്കസ് ദൂരം എപ്പോഴും മീറ്ററിലാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഫോക്കസ് ദൂരം -0.2 മീറ്റർ എന്നെടുക്കാം. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. P 1/f 1 ഡിവൈഡഡ് ബൈ -0.2 -5D. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. കോൺവെക്സ് ലെൻസിന്റെ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ പവർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇത് എങ്ങനെ മാറിപ്പോവാതിരിക്കാം എന്ന് നമുക്ക് നോക്കാം. കോൺകേവ് ലെൻസ് എന്ന് കേൾക്കുമ്പോൾ കേവ് ഗുഹ ഓർക്കുക. ഗുഹയിൽ എപ്പോഴും നെഗറ്റീവ് ചാർജും ഇരുട്ടാണ്. അതുകൊണ്ട് കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും എപ്പോഴും പോസിറ്റീവുമാണ്. അങ്ങനെയാണെങ്കിൽ 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയായിരിക്കും? ഉത്തരം താഴെ കമന്റ് ചെയ്യൂ.